ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ റിസൾട്ട് വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷനും കിട്ടി. ഒപ്പം എനിക്ക് 18 വയസ്സും കഴിഞ്ഞു. ജീവിതം മൊത്തം മാറാൻ പോകുന്ന ഘട്ടം. പക്ഷെ ഒന്നും മാത്രം മാറിയില്ല, ഗിരിയേട്ടൻ, മൈ ഫസ്റ്റ് ലവ്. പെട്ടിയും കിടക്കെടുത്ത് കോഴിക്കോട് പോകുന്നതിന് മുമ്പ് ആളെ കണ്ടൊന്ന് പറയണം. ഞാൻ എങ്ങോട്ട് പോയാലും എത്ര വലിയ ഡോക്ടറായാലും അവസാനം ആളുടെ അടുത്തേക്ക് തന്നെ വരുമെന്ന്. ആരിത്? കുട്ടി ഡോക്ടറോ? എൻട്രൻസ് കിട്ടിയെന്ന് റേച്ചില് പറഞ്ഞു. എന്നാ പോണേ? മറ്റന്നാൾ ക്ലാസ് തുടങ്ങും. നാളെ പോണം അമ്മേ. ഗിരിയേട്ടൻ എവിടെ? അവൻ അമ്പലത്തിൽ പോയല്ലോ മോളെ. എന്നെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് മഴനെയും പോയല്ലേ. എപ്പോഴാ വരാ? അയ്യോ, അവൻ ഇവിടുത്തെ അമ്പലത്തിലേക്കല്ല പോയത്, ചൈനയിലെ ഒരു അമ്പലത്തിലേക്കാ പോയത്. കർത്താവേ, ഇനി പഴയ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണോ ചൈനയിലെ അമ്പലത്തിൽ പോയത്? ചൈനയിലെ ഏത് അമ്പലത്തിലാ? അയ്യോ, പ്രാർത്ഥിക്കാൻ പോണ അമ്പലമൊന്നുമല്ല. അവന്റെ കുങ്ഫു പഠിപ്പിക്കുന്ന വലിയൊരു അമ്പലം ഇല്ലേ, അവിടെയാ. കുങ്ഫു പഠിപ്പിക്കുന്ന ഷാവുലിൻ ടെമ്പിളോ? അത് തന്നെ. കുറച്ചു നാളായി അവൻ പറയണു എന്റെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയായിരുന്നു. ഞാൻ തനിച്ചാവെന്ന് കരുതി അവൻ ഇത്രയും നാളും പോവാതിരുന്നേ. ഇപ്പൊ അവൻ അവന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം നടത്താൻ പോയി. അവസാനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ആകെ കുഴപ്പമായി. ആ പെങ്കൊച്ചിന്റെ വീട്ടുകാർക്ക് ഇവനോടായി ദേഷ്യം മുഴുവൻ. കൊല്ലൂന്നും പറഞ്ഞ് ഭീഷണിയും തുടങ്ങി. ഒടുവില് ഗുണ്ടകൾ ഇവിടെയും വന്നു തുടങ്ങിയപ്പോ ഞാനാ പറഞ്ഞത് കുറച്ചു നാളൊന്ന് മാറി നിൽക്കാൻ. ഇനി എന്നാ ആള് തിരിച്ചു വരാ? അറിയില്ല മോളെ. എന്തായാലും ഉടനെ ഉണ്ടാവില്ല. ദൂരത്തായാലും എനിക്ക് മനസ്സമാധാനം ഉണ്ടാവൂല്ലോ. അല്ല, മോളെന്തിനാ വന്നേ? ഒന്നുമില്ല അമ്മ, ഞാൻ വെറുതെ. മോളിരിക്കെ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇല്ല വേണ്ട, ഞാൻ പോയിട്ട് വരാം. എന്നാ ശരി. അങ്ങനെ അത് തീർന്നു കിട്ടി. ഒരു വാക്ക് പോലും പറയാതെ മിസ്റ്റർ ഗിരി എൻ്റെ ലൈഫിൽ നിന്ന് പോയി. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. പുള്ളിക്ക് വേണ്ടി കഞ്ഞിയും പയറും വെക്കാൻ പഠിച്ചത്, ലോകവിവരം വെക്കാൻ വേണ്ടി വാർത്ത കണ്ടു തുടങ്ങിയത് ഒക്കെ വെറുതെ. എൻ്റെ ബൈക്ക് വിറ്റു. ഞാൻ ബാഗ് പാക്ക് ചെയ്ത് കോഴിക്കോട് പോയി. ഞാൻ പോരുമ്പം വൈനാൻറ്റി പുതിയൊരു വൈൻ ഉണ്ടാക്കാൻ തുടങ്ങായിരുന്നു. നീതുവിന്റെ അപ്പന്റെ കടയിൽ കാസറ്റ് മാറി പകരം CD വന്നു. സ്കൂൾ സ്റ്റുഡൻസിനെ അനാശാസ്ത്രത്തിന് പ്രേരിപ്പിച്ചതിന് കാഞ്ഞാണി ചേട്ടനെ പോലീസ് പൊക്കി. ഞാൻ ഒറ്റയ്ക്കുള്ളൂ സാറേ. ഒരു പഞ്ചിനിട്ട പേര്. സാറേ പൂട്ടിയിട്ട് താക്കോലെടുത്തായിരുന്നു. ഞാൻ പോകുന്നതില് ഒരാൾക്ക് മാത്രം വിഷമമായി. കോഴിക്കോട് ബഷീർ സാഹിബിന്റെ കോഴിക്കോട്, സാമൂതിരിയുടെ കോഴിക്കോട്, വാസ്കോ ചേട്ടൻ വന്നിറങ്ങിയ കോഴിക്കോട്, ബീച്ചും മാനാഞ്ചിറയും കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടോച്ചേട്ടന്മാരുമുള്ള കോഴിക്കോട്, നല്ല ഹലുവയും ബിരിയാണിയും മണക്കുന്ന കാറ്റ്, പിന്നെ കോഴിക്കോടിൻ്റെ മാത്രം ഐശ്വര്യതയും. ഇതിൻ്റെ എല്ലാ ഇടയിൽ 4 വർഷം താന്നുപോയി. ഞാൻ MBBS ഹൗസ് സർജൻസി എത്തി. അതായത് ഇനി 1 വർഷവും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറാവും. എനിക്ക് നീതു ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയാ, യൂണിവേഴ്സിറ്റിയിൽ MBA. പിന്നെ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി, അന്ന മരിയ, നല്ല A ക്ലാസ് കോടഞ്ചേരി അച്ചായത്തി. ഞങ്ങൾ 3 പേരും ഒരു വീടെടുത്ത താമസം. പാചകം ഗിരിയേട്ടനെ സോപ്പിടാൻ വേണ്ടി പഠിച്ചതുകൊണ്ട് അതിലിപ്പോൾ ഞാൻ എക്സ്പേർട്ടാ. ലൈഫ് ആകെ മാറി, ഒറ്റ കാര്യത്തിലൊഴികെ. ഗിരിയേട്ടൻ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു. മധുമോഹൻ സീരിയൽ നിർത്തി, വീരപ്പനെ വെടിവെച്ചു കൊന്നു, മുരളീധരനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. എന്തിനധികം സുനാമി വരെ വന്നു, ആള് മാത്രം വന്നില്ല.
മതി പഠിച്ചത്. നീ ഇങ്ങോട്ട് എണീറ്റ് വന്നേ. എന്താടി? അവൻ പിന്നെ എന്നോട് പിണങ്ങി. നമുക്ക് ശരിയാക്കാന്നേ, നീ വാ. ആ ഇടയ്ക്ക് ഓർക്കുട്ടി വന്നത്. ആള് ചിലപ്പോ ഓർക്കുട്ടി ഉണ്ടാകുമെന്ന് കരുതി ഞാനൊരു അക്കൗണ്ട് തുടങ്ങി ഓർക്കുട്ടി കയറി തപ്പി. ഗിരിന്ന് അടിച്ചപ്പം ഗിരിശങ്കറും ഗിരീഷ് മേനനും ഒക്കെ വന്നു. അവരുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ആ വായി നോക്കിയാൽ എനിക്ക് സ്ക്രാപ്പ് മെസ്സേജ് ഒക്കെ അയച്ചു തുടങ്ങി. ഒടുവിൽ എനിക്ക് അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ജീവിതമാണെങ്കിൽ പരമ ബോറും. ഒരു യന്ത്രം പോലെ ഞാനിങ്ങനെ ക്ലാസ്സും വീടുമായിട്ട് മാറി മാറി നടക്കുന്നു. മൊത്തത്തില് ലൈഫ് വേസ്റ്റാന്ന് കരുതി ക്ലാസ്സിൽ ബോറടിച്ചിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത്. Let's discuss about different kinds of cardiac arrest or heart attacks. For example, ആദ്യ ആള് ഡെമോ കാണിച്ചാന്നാ ഞങ്ങള് കരുതിയത്. പിന്നെ മനസ്സിലായ അറ്റാക്ക് വന്ന ആളുടെ കാറ്റ് പോയതാന്ന്. പിന്നെ പന്തലായി, റീത്തായി, ലീവായി, ആകെ ബഹളം. ആ ഇടയ്ക്കാ ക്ലാസ്മേറ്റ്സ് റിലീസായത്. പുള്ളിക്കാരന് പകരം പഠിപ്പിക്കാൻ ഒരു കിടിലൻ സാറും വന്നു. ഡോക്ടർ പ്രസാദ് വർക്കി നന്നായി പഠിപ്പിക്കും. ശുദ്ധഭാവം. പിള്ളേർക്കൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്തായാലും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ബട്ട് ബിഫോർ ദാറ്റ് എനി ഡൗട്ട്സ്? സർ കല്യാണം കഴിച്ചതാണോ? എനി അതർ ഡൗട്ട്സ്? 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വൈവ എക്സാംസും തുടങ്ങി. Take on. What is it? Bone marrow aspiration needle. Good. So you want to ask her something? yeah, what do you know about Okay. Thank you, sir. Good luck. നല്ല സ്റ്റുഡിയോസ് ഒക്കെ തന്നെയാണ്. അങ്ങനെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആരും. ഗുഡ് ആഫ്റ്റർനൂൺ സർ. good afternoon. Take on. നോ ഇറ്റ്സ് ഓക്കെ സർ. എടുക്കൂട്ടി, എടുക്കാതെ എങ്ങനെ ശരിയോ? നോ സർ, വേണ്ട, താങ്ക് യു. ഇതെടുക്കാതെ വൈവ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ടേക്ക് വൺ. എടുക്കൂ. ഞാനിത് എടുക്കാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. വൈ ഡിഡ് യു ടേക്ക് ദ ബിസ്ക്കറ്റ്? ബിസ്ക്കറ്റ് ആണോ ഇതാണോ എന്ന് മനസ്സിലായില്ല. സോറി. അന്ന് മുതൽ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി.